ദേശീയ അന്തർദേശീയ തലങ്ങളിൽ കേരളത്തെ അപകീർത്തിപ്പെടുത്താനും കേരളത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്താനും ആസൂത്രിതമായ ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് വർഷങ്ങളായി. ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികൾക്ക് കേരളം എക്കാലത്തും ഭയപ്പെടുത്തുന്ന ഒരു ഭൂമികയാണ്. കേരളത്തിന്റെ മതനിരപേക്ഷതയും സാംസ്കാരികമായ ഔന്നത്യവും വിദ്യാഭ്യാസപരമായ പുരോഗതിയും വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളും സംഘപരിവാര രാഷ്ട്രീയത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അവരുടെ വിഷലിപ്തമായ രാഷ്ട്രീയത്തെ നിരാകരിക്കുന്നുവെന്നതാണ് ഈ ശത്രുതയുടെ അടിസ്ഥാന കാരണം. ഇക്കാരണങ്ങൾ കൊണ്ട് പല തലത്തിൽ കേരളത്തെയും മലയാളികളെയും ആക്രമിക്കാൻ അവർ പദ്ധതികൾ തയ്യാറാക്കുന്നു. അതിനവർ സിനിമ എന്ന മാധ്യമത്തെയും ദുരുപയോഗം ചെയ്യുന്നു. ഈ അജണ്ടയുടെ ഭാഗമാണ് കേരള സ്റ്റോറി എന്ന പേരിൽ 2023 പുറത്തു വന്ന സിനിമ. തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കുത്തിനിറച്ച ഒരു നുണക്കഥ. ലവ് ജിഹാദാണ് ആ നുണക്കഥയുടെ പ്രധാന പ്രതിപാദ്യ വിഷയം. പ്രണയം നടിച്ച് പെൺകുട്ടികളെ മതം മാറ്റി ഭീകരപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നതായി ആ സിനിമയുടെ സൃഷ്ടികർത്താക്കൾ പറയുന്നു. 32,000 സ്ത്രീകളെ ഈ നിലയിൽ കാണാതായിരിക്കുന്നു എന്ന വിചിത്രമായ ഒരു കണ്ടുപിടുത്തവും അവർ നടത്തി. ഒരു രേഖയുടെയും പിൻബലമില്ല. കേരള പോലീസ് അടക്കം ഒരു അന്വേഷണ ഏജൻസിക്കും ഇത് സംബന്ധിച്ച ഒരു വിവരവുമില്ല. പക്ഷേ ഉത്തരേന്ത്യയിലിരുന്ന് സിനിമയെടുത്തവർക്ക് ഈ കള്ളക്കഥ മെനയാൻ ഇതൊന്നും തടസ്സമായില്ല. ഒടുവിൽ കേരളം ഒറ്റക്കെട്ടായി ഈ അപവാദ കഥയ്ക്കെതിരായി രംഗത്തു വന്നപ്പോൾ 32,000 എന്നത് 3 സ്ത്രീകളിലേക്ക് ചുരുങ്ങി. പക്ഷേ അസത്യ പ്രചരണത്തിന് മറ്റു മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അന്ന് കേരളം തകർത്തെറിഞ്ഞ ഈ നുണക്കോട്ടകൾ ഇതാ 2ാം ഭാഗവുമായി വരുന്നു. ഇത് 27-ന് പുറത്തിറങ്ങുമത്രേ. ട്രെയിലർ പുറത്തു വന്നു. കേരളത്തിനെതിരായ അസത്യങ്ങളുടെ കുത്തൊഴുക്ക്. കേരളത്തിൽ ബീഫ് കഴിക്കാൻ മടിക്കുന്ന യുവതിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നു. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷത്തെ തകർക്കാൻ ബോധപൂർവം ലക്ഷ്യമിട്ടാണ് സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. ലവ് ജിഹാദും മതപരിവർത്തനവുമെല്ലാം ഈ സിനിമയും പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിനെതിരായ കൃത്യമായ അജണ്ട തയ്യാറാക്കി നടത്തുന്ന പ്രചാരവേലയുടെ ഭാഗമാണ് ഈ വ്യാജ നിർമ്മിതികൾ. ഏറെക്കുറെ കേരളം ഒറ്റക്കെട്ടായി ഈ കള്ളക്കഥകളെ എതിർക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ BJP സംസ്ഥാന അധ്യക്ഷൻ ഈ സിനിമയ്ക്കൊപ്പമാണ്. ഇഷ്ടമില്ലാത്തവർ കാണാതിരുന്നാൽ മതി, സിനിമയെ എതിർക്കേണ്ട കാര്യമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഈ സിനിമ ആർക്കുവേണ്ടി ആര് തയ്യാറാക്കി എന്നതിലൊന്നും ഇനി ആർക്കും സംശയമുണ്ടാകാൻ വഴിയില്ലല്ലോ. ഈ കള്ളക്കഥകൾക്ക് കേരളത്തെ തകർക്കാനാകുമോ? കേരളം സാംസ്കാരിക നവോത്ഥാന മുന്നേറ്റങ്ങളിലൂടെ ആർജിച്ചെടുത്ത മതനിരപേക്ഷ അടിത്തറയുള്ള സംസ്ഥാനമാണ്. എല്ലാത്തരം വർഗീയ അജണ്ടകളെയും ചെറുക്കാനുള്ള കരുത്ത് കേരളത്തിനുണ്ട്. യഥാർത്ഥ കേരള സ്റ്റോറി ലോക മാതൃകകൾ തീർക്കുന്നതാണ്. മതനിരപേക്ഷതയുടെ, പുരോഗതിയുടെ, സ്നേഹത്തിന്റെ, സഹിഷ്ണുതയുടെ, സമഭാവനയുടെ പങ്കുവയ്ക്കലുകളുടെ കഥയാണ് കേരളത്തിന്റെ കഥ. കേരളം വളരുകയാണ്. കവി പാടിയതുപോലെ കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ. ആ വളർച്ച തടയാൻ ഇരുട്ടിന്റെ ശക്തികളുടെ ജൽപ്പനങ്ങൾക്കാകില്ല.